പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞ് പാത്രം എല്ലാം കഴുകി വെച്ച് രാവിലത്തേക്ക് ഇന്നിപ്പോൾ ഉണ്ടാക്കാനുള്ള കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചപ്പോഴത്തേക്കും സമയം 12 മണിയായി. ഉറങ്ങി വന്നപ്പോൾ മൂടി വെച്ചാൽ പെട്ടെന്ന് തന്നെ ആവി നിന്ന് തിളച്ച് ഞാൻ കഞ്ഞി വറുക്കാം. ആയില്ലേ? നമ്മൾ അവിടെ താമസിച്ചു. ഹായ്, ബിന്ദു സ്വിൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്നലെ കിടക്കാനും താമസിച്ചു പോയി. ഇന്നലെ ആണെങ്കിൽ നമ്മൾ കപ്പ നടാനുള്ള അടുത്ത് പോയി. കഴിഞ്ഞ തവണ നട്ട കപ്പയുടെ കോലെല്ലാം കൂട്ടി കാടെല്ലാം വെട്ടിത്തെളിച്ച് ഇന്ന് മരുന്നടിക്കാന്നുള്ള രീതിയിൽ പുല്ലൊക്കെ അരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പണിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞ് പാത്രം എല്ലാം കഴുകി വെച്ച് രാവിലത്തേക്ക് ഇന്നിപ്പോൾ ഉണ്ടാക്കാനുള്ള കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചപ്പോഴത്തേക്കും സമയം 12 മണിയായി. ഉറങ്ങി വന്നപ്പോഴത്തേക്കും 12:45 ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലേറ്റായിട്ടായിരുന്നു. എൻ്റെ ഇടയ്ക്ക് കൈക്ക് നല്ല വേദനയുണ്ടായി. അപ്പം നമ്മൾ രാവിലത്തെ ജോലികളൊക്കെ ചെയ്യാനായിട്ടങ്ങ് തുടങ്ങാമെന്ന് വെച്ചു. കുറച്ച് ലേറ്റായിട്ട് നമ്മളതുകൊണ്ട് എഴുന്നേറ്റ് കേട്ടോ. 6 മണിയൊക്കെ കഴിഞ്ഞ് 6:15 ആയിട്ടുണ്ട് സമയം. നമുക്ക് ഞാൻ വന്ന വഴി തന്നെ ചായ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചോറ് വയ്ക്കാനുള്ള കലമൊക്കെ ഇന്നലെ ഇവിടെ കഴുകി റെഡിയാക്കി വെച്ചേക്കുക. പാത്രങ്ങളൊക്കെ ഇവിടെ കഴുകി കമഴ്ത്തി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിക്കുള്ള സാധനങ്ങളും മീനുണ്ടായിരുന്നത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുക. പൂച്ച എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കല്ല് കയറ്റി വെച്ചിരിക്കുന്നു. അപ്പോൾ ചേട്ടനാണെങ്കിൽ രാവിലെ തന്നെ നേരെ വിറകടുപ്പ് കത്തിക്കാനുള്ള പരിപാടിയൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ ജോലികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നു നമ്മൾ ചോറിനുള്ള വെള്ളം ഇപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് കപ്പ പുഴുങ്ങാമെന്നാണ് വിചാരിച്ചത്. കപ്പയും മീൻകറിയും. കപ്പ ഇന്നലെ കൊത്തി നുറുക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ കുക്കറിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ മീൻകറി ആണെങ്കിൽ ഫ്രിഡ്ജിൽ ഇന്നലെ നമ്മൾ രാവിലെ വാങ്ങി വെച്ചതാണ്. അപ്പം അത് കഷ്ണങ്ങളാക്കി ആ ചേട്ടൻ തരുന്നത്. നമുക്ക് വീട്ടിലൊരു ചേട്ടൻ കൊണ്ട് തരുന്നതാണ്. അപ്പോൾ ആ ചേട്ടൻ കഷ്ണങ്ങളാക്കി തന്ന് നമ്മൾ 2 കിലോ ചൂരമീൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ 2ആയിട്ടാണ് നമ്മൾ കവറിലിട്ട് വെച്ചത്. പ്ലാസ്റ്റിക് കവറിനകത്തിട്ട് വെച്ചു. അതിലൊരു കവർ ഞാനെടുത്ത് ഇന്നലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കട്ട ഐസായിട്ടിരിക്കുന്ന സാധനമാണ്. വെള്ളത്തിലേക്കിടുമ്പോൾ വെള്ളത്തിനും ആ ഒരു തണുപ്പ് വരുമ്പോൾ പിന്നെ ഇത് പെട്ടെന്നൊന്നും വേർപെട്ട് പോകത്തില്ല. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമുക്ക് ഏതായാലും അതിൻ്റെ ഐസ് കളയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇന്നലെ കിടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതിൽ കല്ലൊക്കെ കയറ്റി വെച്ചു, പൂച്ച എടുക്കാതിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇപ്പം മീൻകറി വെക്കണമെങ്കിൽ ഇനിയിപ്പോൾ സവോള അരിയണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ എടുത്ത് മെഴുക്ക് പുരട്ടിക്ക് കൂർക്ക ഞാൻ ഇന്നലെ തന്നെ തൊലിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. കൂർക്ക ഏതാണ്ട് കൈയെല്ലാം ഒരുമാതിരി ഇങ്ങനെ പൊള്ളിയോണം ഇരിക്കുന്നു. അത് കൂടെ തന്നെ എൻ്റെ കൈയുടെ ഇവിടെ എന്തോ ഇതെങ്ങനെ പൊള്ളിയെന്ന് ഒരു പിടുത്തവും ഇല്ല. രാവിലെ നോക്കിയപ്പോൾ കറുത്ത് പൊങ്ങിയിരിക്കുന്നു പൊള്ളിയതുപോലെ. ഇതോരോ ഉച്ച ഇതിനിടയ്ക്ക് കൈക്ക് ഭയങ്കര എനിക്ക് എൻ്റെ കൈക്ക് വേദനയുണ്ട്, സഹിക്കാൻ പറ്റൂല. ആകെ ഉള്ളൊരു കൈയാ. അവിടെ ഇത് ഡാൻസ് കളിച്ച് അതിനകത്ത് ആരും കാണൂല. കളിക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് കളിക്കുക. നമ്മുടെ അടുത്ത ഡ്യൂട്ടി ഇത് മോട്ടർ ഇട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൂർക്ക കൂർക്ക മെഴുക്കുരട്ടാൻ ഓടിയാണ് സുഹൃത്തുക്കളെ. ഈ ചട്ടിക്കകത്തൊക്കെ ഉണ്ടാക്കാം.
കൂർക്ക മെഴുക്ക് പുരട്ടുമ്പോൾ വെള്ളം ഒഴിക്കണം, വെള്ളം ഒഴിക്കണ്ടയോ, ഇതൊക്കെ എടുത്ത് പൊക്കി കുത്തി വെച്ചേക്കുക. നല്ല ജോലി ചെയ്യാനൊരു ഉഷാറുള്ളൂ. പഴയ നൈറ്റിയാണ് കേട്ടോ, പക്ഷേ ഈ ഒരു നൈറ്റിയോടെ ഉള്ളു ഈ മോഡൽ. കുക്ക് ചെയ്യുമ്പോൾ ഇത് കൊള്ളത്തിലാന്ന് പണ്ട് ഒത്തിരി പേര് കമൻറ്റ് ചെയ്യുമായിരുന്നേ. സത്യമാ. പിന്നെ നമ്മൾ നോക്കി കണ്ടൊക്കെയല്ലേ നിൽക്കുള്ളൂ. നമ്മൾ വലിയ പാചകക്കാരിയൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മളൊരു കയ്യാളത്തിലേ നിൽക്കത്തുള്ളൂ. ചോറിന് വെച്ച വെള്ളം തിളച്ച് കാണുമായിരിക്കും, കാരണം അപ്പം ചൂടായെങ്കിലും കാണും. കാരണം ഞാനൊരു കാലം വെള്ളം നോർമലി എടുത്തത് എപ്പോഴും ചാതിയിൽ നിന്ന് എടുത്തിട്ട് അരി കഴുകണമല്ലോ എന്ന് ഓർത്തേ. ഞാൻ നോക്കിയപ്പോൾ ചേട്ടൻ്റെ അവർക്ക് വെള്ളം ഈ പൈപ്പിൽ എന്തോ കപ്പൊക്കെ വെള്ളം എടുക്കണോണ്ട് ഞാൻ അപ്പുറത്ത് പോയി എടുത്തേ. മോട്ടർ പഴമൊക്കെ പഴുത്തിരിക്കുക. ഇതാ അത് പൂവമ്പഴം, ഇത് ഞാലിപ്പൂവൻ പഴം. ഇതാ ബാസ്കി ഇവിടെ ഉണ്ട് കേട്ടോ. കൊച്ചിന് പിന്നെ വീഡിയോ എടുക്കണമെന്ന് ഇഷ്ടമല്ലേ. മോട്ടർ നിറഞ്ഞിട്ട് വെള്ളം പോകുന്നതാണ് കാണുന്നത്. അപ്പം ചേട്ടനാണെങ്കിൽ പൈപ്പ് ചേട്ടനെ എടുത്ത് വെച്ച് തന്നെ കൈക്ക് വേദന ആയതുകൊണ്ട് പൈപ്പിൽ നിന്ന് പൊക്കിയെടുക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ പകുതി വെള്ളം അങ്ങോട്ട് തന്നെ ഒഴിച്ച്. ഇനിയിപ്പോൾ അരി കഴുകാനായിട്ട് എടുത്ത് കഴിഞ്ഞിട്ട് ഇച്ചിരി വെള്ളമോടെ ചേർക്കേണ്ട വരും. കടുക് പൊട്ടിച്ചു, ഉള്ളിയും മുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചേട്ടൻ ആട് കിടക്കാൻ പോയതാണ് കേട്ടോ. കാണിച്ചുതരാം. ഞാൻ പോയി നിൽക്കുന്ന ആട് കറക്കാനായിട്ട്. നമ്മൾ കൂർക്ക ഇട്ട് കൊടുത്തേ. സത്യത്തിൽ ഈ കൂർക്കയ്ക്ക് എന്തൊരു വേവുണ്ടെന്ന് മറ്റു ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇച്ചിരി ഉപ്പും. ഇതാ ചേട്ടൻ പാലൊക്കെ കറന്നെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി കൂടി ആഡ് ചെയ്യണം. ഇതിലാണ് അതിൻ്റെ ഇതിനകത്തേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ പോരെ. ഇനി അത് വെന്ത് കഴിയുമ്പോൾ വെള്ളം താഴെ പറ്റും. പറ്റാറാവുമ്പോൾ ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് ഇളക്കണം. മതി. ഇനിയിപ്പം നമുക്ക് ചെയ്യേണ്ടത് മീനുള്ള സവോളയൊക്കെ അരിയണം. അരി കഴുകിയിട്ടെ. താറാമേനെ അഴിച്ചു വിടുന്ന കാര്യമാണ് ചേട്ടൻ പറയുന്നത്. അരി ആദ്യം കഴുകി റെഡിയാക്കട്ടെ. അപ്പോൾ അതേ ചോറൊക്കെ ഇടാനുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് അരിയിലേക്കുള്ള അരി ഒന്ന് കഴുകണം. അപ്പോഴേ ഞാനിങ്ങോട്ട് വന്നപ്പോഴാണ് കണ്ടത് കേട്ടോ. ഇതാ ഈ വിറകിൻ്റെ ഉള്ളിൽ നിന്ന് പുക വരുന്നു.
അപ്പോൾ ചെറുപ്പത്തിലൊക്കെ അമ്മച്ചി ഇങ്ങനെ തീ കത്തിക്കുമ്പോൾ വിറകിൻ്റെ ഉള്ളിൽ നിന്ന് പുക വരുമ്പോൾ വിറക് സിഗരറ്റ് വലിക്കുന്നതാണ്, വിറക് പുക വലിക്കുന്നതാണെന്ന് പറഞ്ഞ് ഞാനത് പോയി കൈ കൊണ്ടിങ്ങനെ ഒട്ടിച്ച് പിടിക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ചൂട് വരുമായിരുന്നു. ആ ഒരു മെമ്മറിയൊക്കെ ഇപ്പോൾ കണ്ടപ്പോൾ ഓർമ്മ വന്നത്. അപ്പോൾ ഇതെടുത്തുകൊണ്ട് പോയിട്ട് വെള്ളം ഊറ്റിയിട്ട് വന്ന് അരിയിടാം. അപ്പോൾ അതാ അരിയൊക്കെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിങ്ങനെ ചുറ്റിച്ചിടാറില്ലേ, കാരണം ഒരു പ്രാർത്ഥനയോട് കൂടിയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്, അന്നമാണല്ലോ. അപ്പോൾ ഇതാ നമ്മുടെ കപ്പ ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. കപ്പ ഇനി കോരി മാറ്റണം, കോരി എടുത്താൽ മതി ആ പാത്രത്തിലേക്ക്. നമ്മുടെ കൂർക്ക ഇവിടെ വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം ഇട്ട് ഊറ്റിയാലേ കുഴപ്പമുള്ളൂ. ഇനി അത് ഇവിടെ ഇരുന്നൊന്ന് ഡ്രൈ ഫ്രൈ ആകണം. അപ്പോൾ അതാ നമ്മുടെ കപ്പയൊക്കെ വാട്ടിയത് അരപ്പൊക്കെ ചേർത്ത് വേവാൻ വെച്ചു. അതുപോലെ തന്നെ നമ്മുടെ കൂർക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചായയും കൊണ്ട് ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്നുണ്ട്. ഇനി മീനിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതാ കപ്പപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചേട്ടൻ നല്ല സൂപ്പറായിട്ട് കപ്പ ഇളക്കുന്നുണ്ട്. ഇത്തവണത്തെ കപ്പപ്പുഴുക്ക് സൂപ്പറല്ലേ ചേട്ടാ? അപ്പം മീൻകറി ഉണ്ടായിരുന്നു, ഇപ്പം തിന്നായിരുന്നു. സമയമില്ലാണ്ടായി പോലെ ഞാൻ ആ മീൻകറി ഇന്നലെ വെച്ചേനെ. നമ്മൾ അത്രയും ചെയ്തപ്പോഴത്തേക്ക് എത്ര സമയമായില്ലേ. കടയുടെ അവിടെയാ താമസിച്ചത്. ഞാൻ എന്താ ഇവിടെ മീൻകറിക്ക് വേണ്ടിയിട്ട് പച്ചമുളകൊക്കെ അരിയാണ് കേട്ടോ. നമ്മുടെ ആടിനുള്ള പ്ലാവിൻ്റെ ഇലയൊക്കെയാണ് കേട്ടോ ഈ കിടക്കുന്നത്. ഈ മസാല എല്ലാം കൂടെ ചേർത്തിട്ട് അവസാനം ഒരു വഴറ്റുണ്ട്, അതിനകത്താണ് നമ്മുടെ മീൻകറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. അരയില മോളെ കാര്യം എന്ന് പറയുമ്പോൾ അരച്ചെടുക്കുന്ന അരപ്പിനകത്ത് ഇത് അരപ്പ് തന്നെയല്ലേ. പണ്ടത്തെ കാലത്തൊക്കെ അരച്ചെടുക്കും, ഇന്നത്തെ കാലത്ത് എളുപ്പത്തിനെല്ലാം പൊടിയായിട്ടും പൗഡറായിട്ടും ഒക്കെ നമുക്ക് പാക്കറ്റായിട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിട്ടും. പക്ഷെ എപ്പോഴും ടേസ്റ്റ് അരച്ചെടുക്കുന്നതിനാണ്. ഇപ്പം പിന്നെ അരയ്ക്കാൻ അരകല്ലും ഇല്ല, അരപ്പ് കല്ലും ഇല്ല എന്ന് പറഞ്ഞാണ് നമ്മുടെ അവസ്ഥ. കാലം മാറുന്നതനുസരിച്ച് നാടോടുമ്പോൾ നമ്മളും അങ്ങ് നടുവേ ഓടി ചോറിയൂട്ടി. എന്താണെങ്കിലും മസാല നന്നായിട്ട് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഞാനാണെങ്കിൽ കുടംപുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചേക്കുക, അതങ്ങ് ഒഴിക്കാം. എങ്കിൽ നന്നായിട്ട് വഴറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മീൻകറിയുടെ ഗ്രേവിക്കൊക്കെ നല്ലൊരു കറുത്ത കളറ് കിട്ടും. നല്ല എണ്ണയൊക്കെ അങ്ങ് പാറി തെളിഞ്ഞ് നിൽക്കും. അപ്പം നല്ല പുളിയൊക്കെ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ കുടംപുളിയൊക്കെ ഇട്ടിട്ട് വെള്ളം അങ്ങോട്ട് വേവിക്കാൻ വയ്ക്കും. കടുക് ഉലുവയിട്ട് ഞാൻ പൊട്ടിച്ചു എണ്ണയിൽ. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി സവോള പച്ചമുളക് ഇട്ട് നന്നായിട്ട് വഴറ്റി അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി, എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടില്ല, കശ്മീരി ചില്ലിയാണ് ചേർത്ത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചേർത്ത് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുന്ന കാണുന്നത്. നന്നായിട്ട് വഴന്ന് അതിൻ്റെ ഒരു എണ്ണ തെളിയുന്നൊരു പരുവമുണ്ട്. അപ്പോൾ ഈ വെള്ളം ചേർത്ത് നമ്മുടെ മീൻകറിക്ക് നല്ലൊരു കറുത്ത കളറ് ഗ്രേവിക്ക് വരും. എന്തൊരു ബ്ലാക്ക് റെഡ് കളറും നല്ലൊരു ടേസ്റ്റും കിട്ടും. പൊടി കരിഞ്ഞു നോക്കണം. അതുപോലെ അലൂമിനിയം പാത്രത്തിലൊന്നും ഇട്ടുണ്ടാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പൊടി കരിയും. ഇത് ചട്ടി ആയതുകൊണ്ടാണ്, ചട്ടിയിൽ അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങ് കരിഞ്ഞു പോകത്തൊന്നുമില്ല. ഇത് രസം നോക്കിക്കേ. ഇപ്പം അത്
ഓക്കെ ആയിട്ടാണ് കേട്ടോ. ഇനി വെച്ചാൽ കരി. ഇപ്പം പുളിവെള്ളം നമ്മളിങ്ങനെ ചേർത്ത് കൊടുത്തു. ഈ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ഇടാം. ഇത് തിളയ്ക്കണം. ഇനി മൂടി വെക്കണം. മൂടി വെച്ചാൽ പെട്ടെന്ന് തന്നെ ആവി നിന്ന് തിളച്ച് കിട്ടും. അപ്പം മീനിന് വെച്ച വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. മീൻ ഞാനിവിടെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും കൂടെ ഇട്ട് കൊടുക്കാം. ബാക്കിയെല്ലാം നമുക്കിവിടെ റെഡിയായി. നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ചൂരമീനാകുമ്പോൾ കുറച്ച് വേവണം. അപ്പോൾ അവിടെ ഇരുന്നത് വേവട്ടെ. ഞാൻ കൊണ്ടുപോകാനുള്ള ചോറൊക്കെ ഇതാ ഇതിനകത്തേക്ക് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അതിനി അവിടെ ഇരുന്ന് ആറട്ടെ. പോയിട്ട് കഞ്ഞി വാർത്തിട്ട് വരാം. ഇപ്പം ഞാൻ കഞ്ഞി വാർക്കാം. കഞ്ഞിവെള്ളം ചേട്ടൻ്റെ അടുത്ത് ദൂരം. ഇത് ഇങ്ങനെ വാർക്കണ വഴി വാർത്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല. എന്നാലും ആദ്യം എടുക്ക. കിട്ടി. അപ്പം ഞാൻ എന്താ പോകാനായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക്, ഞാൻ ആദ്യമായിട്ട് എടുത്തൊരു സാരിയാണ് കേട്ടോ. സാരി വാങ്ങി വെച്ചിട്ട് 2 കൊല്ലമായെങ്കിലും ഇതുവരെ ഉടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് ഉടുത്തതാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഉടുത്തപ്പോൾ എന്തോ ഒരു പോരായ്മ പോലെ തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം, നമ്മുടെ ചോറെടുക്കണം, കറി എടുക്കണം. ഞാനേ ചോറൊക്കെ നന്നായിട്ട് ആറി തണുത്തിട്ടുണ്ട് കേട്ടോ. Porca is my favorite. ഇത് പാല് വെച്ചാൽ കൂട്ട നന്നായിട്ട് മീൻ ചാറൊന്നും എടുക്കണില്ല. ഈ കഷ്ണങ്ങൾ മാത്രം എടുക്കണം. കൂട്ടുണ്ടേ പിന്നെ മീൻ്റെ ആവശ്യമില്ല. ചോറ് റെഡി.